നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങിക്കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ കറീൻ്റെ ആവശ്യം പോലുമില്ല. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ 1 കപ്പ് കുത്തരി തലേന്ന് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഊറാനിട്ടതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു അര-മുക്കാൽ മണിക്കൂറോളം നമ്മളിത് അരിപ്പയിലങ്ങ് ഊറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു അര-മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് മിക്സീൻ്റെ 2ാമത്തെ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. പുട്ടിൻ്റെ പൊടിയൊന്നും നമ്മൾ മില്ലിൽ പോയിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു അരിക്ക് തന്നെ ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ തന്നെ നല്ല ഉണ്ടയായിട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ പൊടിഞ്ഞ് പോകുവാണ്. അതാണ് പുട്ടിൻ്റെ കറക്റ്റ് പാകം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. സാധാരണ അരി ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിച്ചതിൽ നനക്കുന്നില്ല എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചേർക്കാറുണ്ടെങ്കിൽ അപ്പോൾ അത് അറിയുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാൽപ്പൊടിക്ക് തന്നെ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ നിറയ്ക്കാനുള്ള തേങ്ങക്കും ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ പുട്ടിൻ്റെ ആ ഒരു കുറ്റിയിൽ പൊടി നിറയ്ക്കുന്ന പോലെ തന്നെ സാധാരണ നിറച്ചെടുത്താൽ മതി. ഫസ്റ്റ് നമ്മളത് നിറച്ച് കൊടുത്തതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ലാസ്റ്റും നമ്മൾ സാധാരണ നിറയ്ക്കുന്ന പോലെ തന്നെ തേങ്ങ മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങിക്കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ട അരി തലേന്ന് കുതിർത്തിട്ട് ഇതുപോലെ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട്. പ്രത്യേകിച്ചിട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന പുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്